നമസ്കാരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കേരളത്തിലെ ചാനലുകളിൽ മിന്നിമറയുന്ന ഒരു വാർത്തയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യ. വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത നൽകിയത്. മരണം നടക്കുന്നത് ബംഗളൂരുവിൽ വെച്ചാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറെ സുപരിചിതനാണ് CJ റോയ്. കാരണം കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിര സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാധ്യമപ്രവർത്തകരുമായെല്ലാം അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. CJ റോയിയുടെ ആത്മഹത്യ ഭരണകൂട ഭീകരതയുടെ ബാക്കിപത്രമാണോ എന്ന ചോദ്യമാണ് ചില മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്ന അതേ സമയമാണ് തന്റെ തോക്കുപയോഗിച്ച് തലയ്ക്കു നേരെ നിറയൊഴിച്ച് ആ വ്യവസായി ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ് ആ മരണത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം? CJ റോയ് എന്ന് പറയുന്ന ബിസിനസ്സുകാരനെ ആത്മഹത്യയിലേക്ക് ഭരണകൂടം തള്ളിവിട്ടതാണോ? നേരത്തെയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി നിരവധിയായ രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ എന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നാഴികയ്ക്ക് 40 വട്ടം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതാദ്യമായല്ല ഒരു വ്യവസായി ഇത്തരത്തിൽ ജീവനൊടുക്കുന്നത്. നേരത്തെയും വ്യവസായികളും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ഭരണകൂട വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ ഏജൻസികളുടെ ചോദ്യമുനമ്പിൽ പതറിപ്പോയി സ്വന്തം ജീവൻ ത്യജിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ വാർത്തയാണ് CJ റോയിയുടെ ആത്മഹത്യ. തൃശൂർ ജില്ലയിലെ കുന്നംകുളം സ്വദേശിയായ CJ റോയിയുടെ ഭൗതിക ശരീരം ബംഗളൂരുവിൽ തന്നെ അടക്കം ചെയ്യുകയാണ്. എന്തായാലും CJ റോയ് എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറെ സുപരിചിതനായ, മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വലിയ വ്യവസായി, ഒരു വലിയ വ്യവസായ ശൃംഖലയുടെ ഉടമ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇത്തരം ഏജൻസികൾ കുറ്റമറ്റ രൂപത്തിൽ അന്വേഷണം നടത്താതെയും അല്ലെങ്കിൽ കാര്യഗൗരവത്തോടു കൂടി ഒരു പ്രശ്നത്തെ ഇടപെടാത്തതിന്റെയും ബാക്കി പത്രമാണോ ഈ മരണമെന്ന ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്. അതായത് CJ റോയിയുടെ ആത്മഹത്യ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയാവുകയാണ്. അദ്ദേഹത്തിന്റെ ബംഗളൂരുവിലുള്ള അപ്പാർട്ട്മെന്റിലടക്കം മാധ്യമപ്രവർത്തകർ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ എല്ലാം പ്രതികരണങ്ങൾ വരുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ CJ റോയിയുടെ മരണം ഭരണകൂട വേട്ടയാടലിന്റെ ബാക്കി പത്രമാണെന്നാണ് കുടുംബക്കാരും അഭിഭാഷകരും അടക്കം പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ചിത്രീകരിച്ചിരുന്നു. ആ പോഡ്കാസ്റ്റ് ചിത്രീകരിച്ച് അത് അദ്ദേഹം സാമൂഹ്യ മാധ്യമ പേജിൽ ഇട്ട് മണിക്കൂറുകൾ കഴിയുന്ന മുമ്പ് മാധ്യമപ്രവർത്തകർ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യണം, കാരണം EDയുടെ റെയ്ഡ് നടക്കുകയാണ്. ഞാൻ പറയുമ്പോൾ പിന്നീട് ഇട്ടാൽ മതിയെന്ന്. പിന്നീട് ED റെയ്ഡെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹം ആ പോഡ്കാസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. മാധ്യമപ്രവർത്തകൻ ഇന്നലെ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ CJ റോയ് എന്ന് പറയുന്ന വ്യവസായിയുടെ മരണം ഇത്തരത്തിൽ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടലിന്റെ ഭാഗമായിട്ടുള്ള ഒരു മരണമാണെന്നാണ് ചില ആളുകൾ, അദ്ദേഹത്തിന്റെ കുടുംബവും അഭിഭാഷകരും ഉൾപ്പെടെ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അത്തരത്തിലൊരു വേട്ടയാടൽ ശരിക്കും ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു വേട്ടയാടൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭരണകൂടത്തിന്റെ വേട്ടയാടലിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ജീവൻ ഒടുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ CJ റോയിയുടെ മരണത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. ഈ പറയുന്ന പോലെ ഒരു IT റെയ്ഡിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുമോ, അല്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഈ പറയുന്ന പോലെ റെയ്ഡ് പേടിച്ച്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ പേടിച്ച് മരിച്ച ആളുകളൊക്കെ ഉണ്ട് കേരളത്തിൽ. അത്തരത്തിലുള്ള ഒരു മരണമല്ല ഇത്. കാരണം ഇത്രത്തോളം ഇത്രയും ബിസിനസ് രംഗത്ത് പ്രമുഖനായ വ്യക്തി, ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നേതാക്കളെ, തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ, ബിസിനസ്സിൽ പോലും ഈ പറയുന്ന പോലെ ഭരണകൂടത്തിന് അനുകൂലമായി നിൽക്കാത്തവരെ ഒക്കെ ഭരണകൂടങ്ങൾ വേട്ടയാടി കൊലപ്പെടുത്തുന്നു. ഈ പറയുന്ന പോലെ ഇത് ഒരു കൊലപാതകം തന്നെയാണ്. ഈ പറയുന്ന പോലെ നിരന്തരം വേട്ടയാടുകയും സഹികെട്ട് അവർ ജീവനെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് ഭരണകൂടത്തിന്റെ വേട്ടയാടലും കൊലപാതകവും തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോ ഈ കേസ് കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഇതിന്റെ അകത്ത് ഈ ഒരു മരണത്തിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ആ കുടുംബവും അഭിഭാഷകരും ഒന്നും പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം CJ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു റെയ്ഡിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ ഇത്തരം വേട്ടയാടലുകൾ ചേട്ടൻ പറഞ്ഞ ആദ്യം ED പരിശോധിക്കുന്നു, അതിനുശേഷം IT. അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി എന്തെങ്കിലും വൈരാഗ്യം
ഈ പറയുന്ന ഭരണകൂടത്തിന് ഇദ്ദേഹത്തോടുണ്ടോ? നമുക്കറിയാം രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവരെയൊക്കെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ED ആണ് ആ ഒരു സാഹചര്യത്തിൽ റെയ്ഡ്. ഇതിപ്പോ ED-യുടെ അല്ല, IT റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ? ഇതിന്റെ അകത്തൊരു ദുരൂഹതയുണ്ട്. അത് കേസ് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും നിലവിലെ വിവരങ്ങൾ വെച്ച് ഇത് ഭരണകൂടം നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭരണകൂടം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ഭരണകൂടം നിർബന്ധിച്ച് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും രാജ്യത്തിന്റെ ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ വാർത്ത പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ കമ്പനി ആസ്ഥാനത്തെ കോർപ്പറേറ്റ് ഓഫീസിനകത്ത് വെച്ചാണ് അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കുന്നത്. അതും ഓഫീസിൽ ആദായ നികുതി റെയ്ഡ് നടക്കുന്ന അതേ സമയത്ത് എന്നതാണ് വിരോധാഭാസം. കാരണം ഒരു ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടക്കുമ്പോൾ എങ്ങനെ ഇദ്ദേഹത്തിന് തോക്ക് ലഭിച്ചു എന്ന ചോദ്യം, അത്തരത്തിൽ പല ചോദ്യങ്ങളും. പിന്നെ അതിന്റെ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ കേട്ടോ, CCTV ഇല്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ ഓഫീസിന്റെ അകത്ത് സ്വാഭാവികമായും CCTV ഉണ്ടാകണമല്ലോ. അങ്ങനെയാണെങ്കിൽ CCTV വിഷ്വല് കിട്ടുമ്പോൾ എന്താണ് നടന്നതെന്ന് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അപ്പൊ ഇത് ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് ക്ലാരിഫിക്കേഷൻ നടത്തുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. തീർച്ചയായും CJ റോയിയുടെ ആത്മഹത്യ വാർത്തയാകുമ്പോൾ സമാനമായ രൂപത്തിൽ ജീവനൊടുക്കിയ മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. അവരുടെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. മനോജ് പാർമർ, മധ്യപ്രദേശിലെ പ്രമുഖ വ്യവസായിയായ മനോജ് പാർമറിനെയും ഭാര്യ നേഹയെയും സേഹോർ ജില്ലയിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തന്റെ മരണത്തിന് കാരണം ED-യുടെയും BJP നേതാക്കളുടെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണെന്ന് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ ആരോപിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. തന്റെ മക്കളെ സംരക്ഷിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കന്മാരോടും അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് വാർത്തയായിരുന്നു. 2024 ഡിസംബറിലാണ് മനോജ് പാർമർ ആത്മഹത്യ ചെയ്യുന്നത്, മനോജ് പാർമറും ഭാര്യയും. മറ്റൊന്ന് വിജയ് സിദ്ധാർത്ഥ, കഫേ കോഫിയുടെ ഉടമ. 2019 ജൂലൈയിൽ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഇന്ത്യയുടെ കോഫി കിങ് എന്ന വിശേഷണം നേടി സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ച ബിസിനസ്സുകാരൻ വിജയ് സിദ്ധാർത്ഥ. എന്നാൽ മംഗളൂരുവിൽ നിന്ന് നേത്രാവതി പുഴയിൽ ചാടിയാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. ആദായ നികുതി വകുപ്പിന്റെ മുൻ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവും തന്റെ ഓഹരികൾ കണ്ടുകെട്ടിയതും തന്നെ തളർത്തിയെന്ന് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണശേഷം കഫേ കോഫിയുടെ വീണ്ടും ബിസിനസ് രംഗത്ത് വലിയ കുതിപ്പോടുകൂടി ഉയർന്നു വന്നു എന്നതാണ് ചരിത്രം. മറ്റൊരാൾ കൂടിയുണ്ട്, BK ബൻസൽ, മുൻ DG കോർപ്പറേറ്റ് അഫയേഴ്സ്. 2016 സെപ്റ്റംബറിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ ഇവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ CBI ബൻസലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ജീവനൊടുക്കിയത്. 2 മാസത്തിന് ശേഷം ബൻസലും മകനും ഇതേ വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചു. താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് 4 പേരും ജീവിതം അവസാനിപ്പിച്ചത്. ആത്മഹത്യക്കുറിപ്പിൽ CBI-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചാണ് ബൻസലിനെതിരെ CBI രംഗത്ത് വന്നത്. ഈ അടുത്തുണ്ടായ ആത്മഹത്യകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായാലും CJ റോയിയുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യവസായിയാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കാര്യക്ഷമമായി അന്വേഷണം നടത്തി പൊതുജനങ്ങളെ ഇക്കാര്യം അറിയിക്കുമെന്നും DK തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. CJ റോയിനെ പോലെയുള്ള ബിസിനസ് സാമ്രാജ്യത്തെ അധികായകനായ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കേരളീയ സമൂഹത്തിനുണ്ട്. അദ്ദേഹം മരിച്ചത് ബംഗളൂരുവിൽ വെച്ചാണെങ്കിൽ പോലും കേരളത്തിലെ സ്നേഹിക്കുന്ന ആളുകളുടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു വർഷം 350 ഡയാലിസിസുകളാണ് അദ്ദേഹം സൗജന്യമായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ, എറണാകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്രത്തോളം മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ബിസിനസ്സിനോടൊപ്പം സഹജീവി സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു വ്യവസായിയാണ് ഈ CJ റോയിയുടെ മരണത്തിലൂടെ നഷ്ടമായതെന്നാണ് പല പ്രമുഖരും പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത വലിയ ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുപരിചിതമാക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് CJ റോയിയുടെ മരണത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.